നമസ്കാരം. രാജസ്ഥാന്റെ മിനി ഖജുരാഹോ എന്നറിയപ്പെടുന്നതും സൂര്യാസ്തമയത്തിനു ശേഷം ഈ ക്ഷേത്രത്തിൽ തങ്ങിയാൽ മനുഷ്യർ കല്ലായി മാറുമെന്ന് വിശ്വസിക്കപ്പെടുന്നതും ശപിക്കപ്പെട്ട കോവിലുകളിൽ ഒന്നുമായ രാജസ്ഥാനിലെ ഒരു ക്ഷേത്രത്തെപ്പറ്റി മനസ്സിലാക്കാം. ക്ഷേത്രം കിരാഡു ക്ഷേത്രങ്ങൾ, രാജസ്ഥാൻ. കിരാഡു ക്ഷേത്രങ്ങൾ എന്നത് രാജസ്ഥാനിൽ ബാർമർ ജില്ലയിൽ ജയ്സാൽമീറിനടുത്ത് കിരാഡു പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീർണാവസ്ഥയിലുള്ള 5 ക്ഷേത്രങ്ങളുടെ സമുച്ചയമാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിരിനടുത്ത് താർ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രങ്ങൾ ശപിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പട്ടികയിലുള്ളതാണ്. ഈ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സൂര്യാസ്തമയത്തിനു ശേഷം ഇവിടെ തങ്ങുന്നവർ കല്ലായി മാറുമെന്നും ഇവിടെ രാത്രിയിൽ തങ്ങിയ ആരും തന്നെ പ്രഭാത സൂര്യനെ കണ്ട ചരിത്രമില്ലെന്നുമാണ് പറയുന്നത്. അക്കാരണം കൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി ഗ്രാമവാസികൾ ആരും തന്നെ സൂര്യാസ്തമയത്തിനു ശേഷം ഈ കോവിൽ പരിസരത്തേക്ക് പോകാറില്ല എന്നാണ് പറയുന്നത്. 1161 BCയിൽ ഈ പ്രദേശം കിരാഡ് കൂപ്പ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ കോവിലുകൾ 11ാം നൂറ്റാണ്ടിൽ പാർമർ രാജവംശത്തിലെ തുൽഷാൽ രാജാവ് നിർമ്മിച്ചതായിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ചാലൂക്യരുടെ കാലത്തെ ശിലാഫലകങ്ങളും ക്ഷേത്ര തൂണുകളിൽ കാണാം. ശ്രീ പരമേശ്വരനും മഹാവിഷ്ണുവിനുമായി സമർപ്പിക്കപ്പെട്ട 108 കോവിലുകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നെന്നും വിദേശ പടയെടുപ്പിനാലും പ്രകൃതിക്ഷോഭങ്ങളാലും സർവ്വതും നശിപ്പിക്കപ്പെട്ട് ഇപ്പോൾ 5 കോവിലുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. അതിൽ തന്നെ 4 ശിവക്ഷേത്രങ്ങളും ഒരു വിഷ്ണു ക്ഷേത്രവുമാണ്. മരു ഗുർജർ കെട്ടിടകലകളാൽ സമൃദ്ധമായ ജീർണാവസ്ഥയിൽ ഭീകരാന്തരീക്ഷത്തിൽ യാതൊരു പരിപാലനവുമില്ലാതെ നിൽക്കുന്ന ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠകളോ പൂജകളോ ഇല്ല. ഇതിൽ സോമേശ്വര രാജാവ് നിർമ്മിച്ച ശിവഭഗവാന് അർപ്പിക്കപ്പെട്ട സോമേശ്വര ക്ഷേത്രമാണ് ഒരുവിധം നല്ല നിലയിലുള്ളത്. ഈ പ്രദേശം ഇങ്ങനെയൊരു മൂകാവസ്ഥയിൽ നിൽക്കാനുണ്ടായ കാരണം ഇതാണ്. ഈ കഥ തുടങ്ങുന്നത് 6ാം നൂറ്റാണ്ടിൽ നിന്ന്. കിരാഡ് കോട്ട് എന്നറിയപ്പെട്ടിരുന്ന കിരാഡു രജപുത്ര ഭരണത്തിന്റെ കീഴിൽ ഈ രാജ്യം വളരെ സമ്പൽ സമൃദ്ധമായിരുന്നു. 600 വർഷങ്ങൾക്ക് ശേഷം സോമേശ്വരർ എന്ന രാജാവ് ഭരണം ഏറ്റെടുത്തു. വിദേശ പടയോട്ടത്തിൽ ഈ രാജ്യം നശിച്ചുപോയി. 900 വർഷങ്ങൾക്ക് മുമ്പ് ആ രാജാവ് ദുണ്ടലീനാഥ് എന്ന ഋഷീശ്വരനെ തന്റെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കായി ഈ പ്രദേശത്തേക്ക് ക്ഷണിച്ചു. ശിവഭക്തനായ രാജാവിന്റെ ഭക്തിയിൽ സംപ്രീതനായ ഋഷീശ്വരൻ തന്റെ ശിഷ്യന്മാരോടൊപ്പം ഇവിടെ എത്തി. മഹർഷി ഇവിടെ താമസിച്ച് രാജ്യം അഭിവൃദ്ധിയിലേക്ക് കുതിക്കാൻ ആവശ്യമായ പൂജകൾ ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം തന്റെ ശിഷ്യന്മാരെ ഇവിടെ വിട്ട് 12 വർഷത്തെ തപസ്സിനായി പുറപ്പെട്ടു പോയി. പോകുന്നതിന് മുമ്പായി തന്റെ ശിഷ്യന്മാർക്ക് ആഹാരം, വസ്ത്രം എന്നിങ്ങനെയുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് രാജാവിനോടും ജനങ്ങളോടും നിർദ്ദേശിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രാജ്യം അഭിവൃദ്ധിയിലേക്ക് നീങ്ങിയതിനാൽ രാജാവും ജനങ്ങളും മുനിയുടെ ശിഷ്യന്മാരെ മറന്നു. 12 വർഷത്തിന് ശേഷം തിരിച്ചെത്തിയ മഹർഷി കണ്ടത് ദാരിദ്ര്യത്താലും അസുഖത്താലും ബാധിക്കപ്പെട്ട് മരണത്തിന്റെ മുഖത്തെത്തിയ ശിഷ്യന്മാരെയാണ്. 5 വിരൽ കൊണ്ട് ആഹാരം നൽകാൻ നിർദ്ദേശിച്ചെങ്കിലും ജനങ്ങൾ 3 വിരൽ കൊണ്ടാണ് ശിഷ്യന്മാർക്ക് ആഹാരം നൽകിയതെന്ന് ദീർഘദൃഷ്ടിയാൽ മുനി മനസ്സിലാക്കി. ആ നാട്ടിലെ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു കുശവന്റെ ഭാര്യ മാത്രം അവർക്ക് തന്നാലാവും വിധം സഹായം ചെയ്തതും മഹർഷി തിരിച്ചറിഞ്ഞു. കുപിതനായ മുനി ശിഷ്യന്മാരുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ രാജാവിനെയും ജനങ്ങളെയും അടക്കം മുഴുവൻ രാജ്യത്തെയും മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇവർക്ക് ഇനി ജീവിക്കാൻ അർഹതയില്ലാത്തതിനാൽ ഇവർ കല്ലായി മാറട്ടെ എന്ന് ശപിച്ചു. പക്ഷേ കുശവന്റെ ഭാര്യയോട് മാത്രം സൂര്യാസ്തമയത്തിന് മുമ്പ് ഗ്രാമം വിടാനും പോകുമ്പോൾ തിരിഞ്ഞു നോക്കരുതെന്നും നോക്കിയാൽ കല്ലായി മാറുമെന്നും ഉത്തരവിട്ടു. ആ സ്ത്രീ ഭയന്ന് അവിടം വിട്ടുപോയി. പക്ഷേ ഗ്രാമത്തിന്റെ അതിരു കടക്കുന്നതിന് മുമ്പ് ഇതുവരെയ്ക്കും താൻ ജീവിച്ച ആ ഗ്രാമത്തെ ആകാംക്ഷയാൽ ഒന്ന് തിരിഞ്ഞു നോക്കി. തൽക്ഷണം ആ സ്ത്രീയും കല്ലായി മാറി എന്നാണ് കഥ. ഈ കഥ സാധൂകരിക്കും വിധം അരികിലുള്ള സിഹാഡി ഗ്രാമത്തിൽ ആ സ്ത്രീയുടെ കൽശില ഉണ്ട്. അന്നു മുതൽ ഇന്ന് വരെ കിരാഡ് പ്രദേശം ഒരു പ്രത്യേക ഭാവത്തിൽ നിൽക്കുകയാണ്. ആ സന്യാസി ഇന്നും ഈ ക്ഷേത്രത്തിൽ സൂക്ഷ്മരൂപിയായി ജീവിക്കുന്നു എന്നാണ് വിശ്വാസം. കഥ എന്തുതന്നെയായാലും ഈ പ്രേതഭൂമിയിലേക്ക് സൂര്യാസ്തമയത്തിന് ശേഷം പോകാൻ ഇന്നും ഗ്രാമവാസികൾ ധൈര്യപ്പെടുന്നില്ല എന്നതാണ് സത്യം. സോമേശ്വരർ കോവിലിനെ അപേക്ഷിച്ച് ചെറുതാണ് മറ്റു കോവിലുകൾ. ക്ഷേത്ര മുൻവശത്തായി ക്ഷേത്രത്തിന്റെ ജീർണാവശിഷ്ടങ്ങൾ. പക്ഷേ കൽത്തൂണുകളിലെല്ലാം രാമായണം, മഹാഭാരതം, ശിവപുരാണം, വിഷ്ണുപുരാണം എന്നിവയിലെ കഥകൾ ശില്പരൂപത്തിൽ നിറഞ്ഞിരിക്കുന്നത് ഭക്തർക്ക് കാണാം. സോമേശ്വര ക്ഷേത്രത്തിൽ മുൻമണ്ഡപവും സ്ത്രീ പുരുഷ ശില്പങ്ങളാൽ അലങ്കൃതമായ വാതിലും ഉണ്ട്. ഏറ്റവും അറ്റത്താണ് വിഷ്ണു ക്ഷേത്രം. അവിടെ ഒരിടത്ത് ഭഗവാന്റെ ഉടഞ്ഞ ശയനശില്പവും കാണാം. കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന് സമാനമായ ഈ ക്ഷേത്രങ്ങൾക്കുള്ളിൽ പ്രതിഷ്ഠകളില്ലെങ്കിലും ഏതോ ഒരു ശക്തിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടതായി പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. രാജസ്ഥാന്റെ മിനി ഖജുരാഹോ എന്നറിയപ്പെടുന്ന കിരാഡു ഒറ്റപ്പെട്ടു കിടക്കുന്ന പ്രദേശമായതിനാൽ പകൽ നേരങ്ങൾ പ്രണയജോഡികളുടെ സ്വൈരവിഹാരത്തിന് പറ്റിയ സ്ഥലമായും കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ബാർമറിൽ നിന്ന് 40 കിലോമീറ്റർ, ജയ്സാൽമറിൽ നിന്ന് 157 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ബാർമർ. അടുത്തുള്ള വിമാനത്താവളം ജോധ്പൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.